നിസ്കാരങ്ങളിൽ നിന്നും സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മുസാഫഹത്ത് ചെയ്യുക, കൈ കൊടുത്തിട്ട് ഇങ്ങനെ അപ്പുറമുള്ളവർക്കും ഇപ്പുറമുള്ളവർക്കും. അത് യഥേഷ്ടം വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാടുകളിലും ചിലപ്പോൾ ഒക്കെ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം അവിടുന്ന് പ്രവാസികളായി വന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ഇത് സുന്നത്താണോ ഹലാലാണോ കറാഹത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വന്നിട്ടുണ്ട്. പല രൂപത്തിലും അത് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. കറാഹത്താന്ന് പറഞ്ഞവരുണ്ട്, എന്നാ സുന്നത്താന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ശറഇല് കൽപ്പിക്കപ്പെട്ട ഒന്നല്ലെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല. ആ രൂപത്തിലാണ് ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ പോയത്. അങ്ങനെ ചെയ്തു വിചാരിച്ചുകൊണ്ട് അങ്ങനെ ക്രൂശിക്കപ്പെടുമൊന്നും വേണ്ട എന്ന്. ഏതായാലും എന്നാ അതിനൊക്കെ ഒരു റീസൺ കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഒരു കാരണം കൊടുത്തിട്ട്, അങ്ങനെ ഒരു വിശദീകരണം കൊടുത്ത് അങ്ങനെ പറഞ്ഞവരുണ്ട്. പല രൂപത്തിലും ഉണ്ട്. ഇത് ചെറിയൊരു ചോദ്യമാണെങ്കിലും ഇത് ഒരുപാട് തലങ്ങളിലേക്ക് ഇതിൻ്റെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും മഹാന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ രൂപത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്കതിനൊരു സത്ത പിടുത്തം കിട്ടുകയുള്ളൂ. അപ്പം ആയതുകൊണ്ട് ടൈമുള്ളവർ ഇതിനെ ഫോളോ ചെയ്താൽ എന്താകും, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ കൺകാഴ്ചയിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ വിശദീകരണങ്ങൾ മഹാന്മാർ തന്നതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കുമ്പം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിച്ച് നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ.